ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ തേക്കുമരം 500 വർഷത്തിലധികം പഴക്കമുള്ള തേക്കുമരം നമ്മുടെ നാട്ടിലാണ്. അവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം, അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പറമ്പിക്കുളം ടൈഗർ റിസർവിനുള്ളിലാണ് ഞാൻ ഈ പറഞ്ഞ കന്നിമാര തേക്കുള്ളത്. പറമ്പിക്കുളം കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലൂടെ മാത്രമാണ് നമുക്ക് പറമ്പിക്കുളത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം 75 കിലോമീറ്റർ ദൂരമുണ്ട് പറമ്പിക്കുളത്തേക്ക്. പറമ്പിക്കുളത്ത് 2 ചെക്ക് പോസ്റ്റുകളുണ്ട്. ഒന്ന് തമിഴ്നാടിൻ്റെയും മറ്റൊന്ന് കേരളത്തിൻ്റെയും. ആദ്യം തമിഴ്നാട്ടിലെ ചെക്ക് പോസ്റ്റിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ. ഇതിപ്പോൾ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നമുക്ക് അകത്തേക്ക് കടന്നൊരു ടിക്കറ്റ് എടുക്കണം. ഇവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റില്ല. ഗൂഗിൾ പേയും കാർഡും മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ പറമ്പിക്കുളത്തേക്ക് വരുന്ന ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുന്ന മുതൽ കാഴ്ചകളുടെ ഒരു മനോഹരമായ ലോകത്തേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അത്രയ്ക്ക് മനോഹരമായ റോഡുകളും താഴ്വരകളും മലനിരകളും കാടും ഒക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഒരുപാട് വ്യത്യസ്തങ്ങളായ പക്ഷികളെയും ധാരാളം മൃഗങ്ങളെയൊക്കെ കാണാൻ സാധ്യതയുള്ള ഒരു റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരം കൂടി നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ തമിഴ്നാടിൻ്റെ തന്നെ മറ്റൊരു ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ നിന്ന് കാടിൻ്റെ ഉള്ളിലേക്ക് ട്രക്കിങ് സഫാരിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മളെന്തായാലും ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല, തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ പറമ്പിക്കുളം കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ മുതൽ അങ്ങോട്ട് കേരളമാണ്. ഇതാണ് പറമ്പിക്കുളത്തിൻ്റെ ട്രേഡ് മാർക്കായ ചെക്ക് പോയിന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു കേരള ചെക്ക് പോസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേരള ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കേരള ചെക്ക് പോസ്റ്റിനകത്തേക്ക് പോകാനുള്ള പാസ് എടുക്കണം. അപ്പോൾ ഇതാണ് ആ പാസ്. ഇനി ഇവിടെ നിന്നും 2 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് സഫാരി തുടങ്ങാനുള്ള സഫാരി പോയിന്റിൽ എത്തുന്നത്. പറമ്പിക്കുളത്തേക്കുള്ള ഈ യാത്രയിൽ നമ്മൾ ഏറ്റവും അധികം കണ്ടത് മയിലുകളെയാണ്. എനിക്ക് തോന്നുന്നു മയിലുകൾക്ക് പറ്റിയ ഏറ്റവും നല്ല ആവാസ വ്യവസ്ഥയുള്ളത് ഈ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം മയിലുകളെ നമുക്ക് വഴിയിൽ ഉടനീളം കാണാൻ സാധിച്ചു. സഫാരി പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ധാരാളം മൃഗങ്ങളുടെ സൈറ്റിംഗ് ഞങ്ങൾക്ക് ലഭിച്ചു. മാനും കരിങ്കുരങ്ങും സിംഹവാലൻ കുരങ്ങും അങ്ങനെ ഒരുപാട് മൃഗങ്ങളുടെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിലെ ജംഗിൾ സഫാരി റൂട്ട് മാപ്പ്. ഈ മാപ്പിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ ആ കന്നിമാര തേക്ക് എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന്. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. സഫാരിക്ക് പോകാനുള്ള ടിക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെയുള്ളൊരു ബസ്സിൽ കയറ്റിയാൽ ഞങ്ങളെ സാധാരണ കൊണ്ടുപോകാറ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വന്ന വെഹിക്കിളിൽ ഓൺ വെഹിക്കിളിൽ തന്നെ പറമ്പിക്കുളം ടൈഗർ റിസോർട്ടിനകത്തേക്ക് പോകാം. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം വണ്ടിയിലാണ് കാടിനുള്ളിലേക്ക് പോകുന്നത്. ഈ കാണുന്ന വാഹനത്തിലാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിലെ വനം വകുപ്പ് സഫാരി നടത്തുന്നത്. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സ്വന്തം വാഹനത്തിനും ജംഗിൾ സഫാരി നടത്താൻ പറ്റുന്നതാണ് പറമ്പിക്കുളത്ത്. നമ്മൾ അതിനുള്ള ഫീസ് അടച്ചാൽ മാത്രം മതി. കൂടെ ഒരു ഗൈഡിനെയും കൂടെ അനുവദിക്കും. അദ്ദേഹത്തോടൊപ്പം മാത്രമേ നമുക്ക് സഫാരി നടത്താൻ കഴിയുകയുള്ളൂ. ഇതെല്ലാം തേക്കുന്നുണ്ടാണ്. ഫുള്ളും 643 കിലോമീറ്റർ. നെല്ലിയാമ്പതി, അതിരപ്പള്ളി, മലക്കപ്പാറ. കേരളത്തിന്റെ സ്ഥലം. തമിഴ്നാട്ടിലെ മുതുമല ടൈഗർ റിസർവുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. ധാരാളം മൃഗങ്ങളുടെ സൈറ്റിംഗ് ഉറപ്പായും കിട്ടുമെന്നാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ടാണ് മൃഗങ്ങളുടെ സൈറ്റിംഗ് കുറവ്. തിരിച്ചു വരുന്ന സമയത്ത് ഉറപ്പായും മൃഗങ്ങളെ കാണാൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് 500 വർഷത്തിലധികം പഴക്കമുള്ള ആ തേക്ക് മുത്തശ്ശിയെ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റു മൃഗങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല. ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ തേക്ക് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവുകയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ നിർമ്മിച്ച ഒരു തേക്ക് പ്ലാന്റേഷനുള്ളിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിലേക്ക് തടി കൊണ്ടുപോകാനായിട്ട്, നല്ല കാതലുള്ള തേക്ക് മരങ്ങൾ കൊണ്ടുപോകാനായിട്ട്
സൃഷ്ടിച്ചതാണ് ഈ ഒരു തേക്ക് പ്ലാന്റേഷൻ. അന്ന് അവർക്ക് മുറിക്കാൻ പറ്റാതെ പോയ അതിന് പല കാരണങ്ങളും പറയപ്പെടുന്നുണ്ട്, അതിൻ്റെ പിന്നിൽ പല കഥകളുമുണ്ട്. എന്തു തന്നെയായാലും അന്ന് അവർക്ക് മുറിക്കാൻ പറ്റാതെ പോയ ഒരു തേക്ക് മരമാണ് തേക്ക് മുത്തശ്ശിയായി ഇവിടെ നിലകൊള്ളുന്നത്. (41 മീറ്റർ ഉയരവും 7 മീറ്റർ ചുറ്റളവുമുള്ള ഒരു മഹാവൃക്ഷമാണ് ഞാൻ ഈ പറഞ്ഞ കന്നിമാല തേക്ക്. 1994 ഭാരത സർക്കാർ മഹാവൃക്ഷ പുരസ്കാരം നൽകി ഈ ഒരു തേക്കിനെ ആദരിച്ചിട്ടുണ്ട്. കാരണം എന്തു തന്നെയായാലും അവർക്കന്ന് മുറിക്കാൻ തോന്നാതിരുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു വൃക്ഷം ഇന്ന് മഹാവൃക്ഷമായി തലയെടുപ്പോടുകൂടി ഇവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നു. പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ മനോഹര കാഴ്ചകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.